അടിപൊളി ഒരു നൈറ്റി യൂണിറ്റ് തുടങ്ങാനുണ്ടല്ലോ. നൈറ്റി യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലറിൻ്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ ജീജാസ് അപ്പാരൽസ് കൊല്ലം കല്ലുവാതുക്കലാണ്. വേറെ ഒന്നുമല്ല, വീട്ടമ്മമാർക്ക് മികച്ച ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള ഏറ്റവും അടിപൊളി ഒരു സംഭവമാണ്. അതുകൊണ്ട് വേറൊന്നുമല്ല, ഇത് വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ, ഇത് കാണുന്ന ആണുങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമോ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്. തയ്യലൊക്കെ അറിഞ്ഞിട്ട് വീട്ടിൽ വെറുതെ നമ്മുടെ കീറിയ ഡ്രസ്സ് മാത്രം തയ്ച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് മികച്ച ഒരു വരുമാന മാർഗമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത്. വേറെ ഒന്നുമല്ല, അതായത് നൈറ്റി യൂണിറ്റ് തുടങ്ങാനുള്ള എല്ലാം, അതായത് ഒരു നൈറ്റി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം റെഡിയാക്കി തരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ജീജ അപ്പാരൽസ്. കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കല്ലുവാതുക്കലാണ്. അപ്പോൾ നമ്മുടെ എന്തുവാണ് പ്രോഡക്റ്റുകളൊന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മൾ ഒരു നൈറ്റി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള A to Z കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു മെറ്റീരിയൽ എടുത്താൽ ഈ ഒരു മെറ്റീരിയൽ പാക്ക് ചെയ്ത് നിങ്ങൾ കൊറിയർ ചെയ്ത് നിങ്ങളുടെ മറ്റൊരു കസ്റ്റമറിന് അയക്കുന്നത് വരെയുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒതുക്കിക്കൊണ്ട് ഞങ്ങൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ 10 കൊല്ലമായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് സ്ഥാപനത്തിൽ നമ്മളെടുത്ത് തമിഴ്നാട്, അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത്, കേരളത്തിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്യുന്ന ലേഡീസ് ഉണ്ട്. നമ്മുടെ ജീജാസ് അപ്പാരൽസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ഇല്ലേ. ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമുക്കുണ്ടല്ലോ. ഇത് പീസുകളായിട്ടല്ലേ വരുന്നത്. ഓക്കെ, ഇതെത്ര നമുക്ക് എത്ര 3 മീറ്ററൊക്കെയാണോ വരുന്നത്? 3 മീറ്ററാണ് നമ്മുടെ ഈ ഒരു തുണി വരുന്നത്. അപ്പം നമുക്ക് പീസ് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും? നമ്മൾ 3 ക്വാളിറ്റി ചെയ്യുന്നുണ്ട് മെറ്റീരിയൽസിൽ. പിന്നെ ലോക്കൽ ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി. അതുപോലെ തന്നെ GSM-ലാണ് ഈ മെറ്റീരിയൽസ് അറിയപ്പെടുന്നത്. ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. 240 GSM മുതൽ 300 GSM വരെയുള്ള മെറ്റീരിയൽസ് ആണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അതിൽ 99 രൂപ മുതൽ 235 രൂപ വരെയുള്ള ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട്. 99 രൂപ മുതലല്ലേ? 100 പീസിന് മുകളിൽ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് 4 രൂപയും കൂടി കുറയൂല്ലേ? ഡിസ്കൗണ്ടും ഇല്ലേ? അപ്പം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാം. അപ്പം നമ്മൾ വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ. അത് നമുക്ക് പരിചയപ്പെട്ടാലോ? അതാണ്ട് ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു റെഡിമെയ്ഡ് യൂണിറ്റും ഉണ്ട്. നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച് വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് തയ്യലറിയാം. നിങ്ങളുടെ തന്നെ ഓൺ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ലൊരു മികച്ച വരുമാന മാർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതായത് ഒരു നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ. ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? അതായത് ഓരോ പ്രോഡക്റ്റായിട്ട് പരിചയപ്പെടുത്തി തരാം. അതായത് ഒരു നൈറ്റി യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് മിഷൻ സപ്ലൈ വല്ലതും ഉണ്ടോ? നമുക്ക് തയ്യൽ മിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുമോ? അതൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഈ ഒരു മിഷൻ ഒഴിച്ച് വേറെ ഒന്നുമല്ല, നിങ്ങൾ തയ്യൽ മിഷനും ബാക്കിയുള്ള യൂണിറ്റും സെറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നൈറ്റി യൂണിറ്റ് തുടങ്ങാനുള്ള ഫുൾ സാധനങ്ങൾ നമ്മുടെ ജീജ അപ്പാരൽസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഓരോ സാധനങ്ങൾ എല്ലാം ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും തേടി പോകണ്ട. നിങ്ങൾ മിഷനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നേരെ മെറ്റീരിയൽ എടുക്കാൻ വന്നാൽ മതി. അപ്പോൾ ഓരോന്നായിട്ട് കാണിക്കാം നമുക്ക് എന്താ വരുന്നതെന്ന്. നമുക്ക് തയ്യൽ മെഷീൻ ഇല്ല. തയ്യൽ മെഷീൻ വീട്ടിലുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഇത് നൈറ്റി എന്ന് പറഞ്ഞാൽ നൈറ്റി തയ്ക്കാൻ വലിയ ഒരു സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ഒരു പ്രൊഫഷണൽ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് നൈറ്റി ബിസിനസ് ചെയ്യാവുന്നില്ല. ആർക്ക് വേണം, ജസ്റ്റ് ഒന്നോ രണ്ടോ ആഴ്ചത്തെ ഒരു ട്രെയിനിങ് കൊണ്ട് നിങ്ങൾക്ക് നൈറ്റി ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോ ഞാൻ വ്യക്തമായിട്ട് പ്ലെയിൻ കളർ നൈറ്റി മെറ്റീരിയൽസ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒരു നൈറ്റി മെറ്റീരിയൽ ആണ്. നമുക്കൊരു ടേബിൾ വേണം. അത് നമ്മുടെ വീട്ടിലെ ടേബിൾ ആയാലും മതി. ഇത് അതിൻ്റെ നൈറ്റി മെറ്റീരിയൽ നമ്മൾ വിരിച്ചിട്ടു. അതിനുശേഷം നമുക്ക് എന്താണ് മാർക്ക് ചെയ്യണം അല്ലേ. മാർക്ക് ചെയ്യാനുള്ള ആദ്യം നമ്മൾ അതിനകത്ത് മാർക്കിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ മാർക്കിംഗ് ചോക്ക് ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കളർ ഉണ്ട്. മെഷർമെന്റ് ടേപ്പ് ഉണ്ട്. ടേപ്പ് വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്നു, ചോക്ക് വെച്ച് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്യുന്നു. അതിനുള്ള ഇത് ലേഡീസിനുള്ള 10 ഇഞ്ചിന്റെ സിസേഴ്സ് ആണ്. ഇതിപ്പോ നമുക്ക് ഓഫറിൽ 399 നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഇതിന് വേറെ ഒന്നുമല്ല, നമുക്ക് ഏകദേശം 10 വർഷത്തിൽ പുറത്ത് പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ ഈ 10 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇത് ലേഡീസിന്റെ പണ്ടത്തെ നല്ല വെയിറ്റ് വരുന്നത്, ഇത് ഒട്ടും വെയിറ്റ് ഇല്ല. പിന്നെ ഇത് തുരുമ്പിക്കത്തില്ല. അപ്പം നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്തു. അതിനുശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്യണം അല്ലേ. സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇന്ന് എല്ലാവർക്കും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാത്രിയൊക്കെയാണ് തയ്ക്കുന്നെങ്കിൽ സൂചി കൊരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അതിനുള്ള മാർഗം കണ്ടുപിടിച്ചാ സൂചി കൊരിക്കാനുള്ള ഒരു സാധനമാണ് നൂല്. പെട്ടെന്ന് ഇതെങ്ങനെയാ സംഭവം? ഇത് നമ്മുടെ മെഷീനിൽ ആ സൂചിയുടെ ആ ഹോളിലോട്ട് നമ്മൾ ഇത് അങ്ങോട്ട്
തെളി വെച്ച് കൊടുക്കുക. നമ്മുടെ നൂല് ഇതിൽ കൊരുത്തിട്ട് ഇത് ബാക്കിലോട്ട് വലിക്കുമ്പോൾ നൂല് മെഷീനകത്ത് ആയിക്കോളും. പണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ അതായത് കണ്ണ് പിടിക്കാത്തവർക്കും സുഖമായിട്ട് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ അതിനുള്ള ഒരു ചെറിയൊരു ടൂളാണെന്നുണ്ടെങ്കിൽ വളരെ ഉപയോഗപ്രദമാണ് അല്ലേ അത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വയ്ക്കുന്ന ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുക. അപ്പം നമ്മൾക്ക് മെഷീൻ പിന്നെ ത്രെഡ് ഉണ്ട്. ഈ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രെഡിൽ 7 നൈറ്റി ചെയ്യാൻ പറ്റും. 7 നൈറ്റി ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് ഇതിനകത്ത് വയ്ക്കുന്ന സിബ്. ഓക്കെ, ഇത് നമുക്ക് മെറ്റലാണ് വരുന്നത് അല്ലേ? ഇതെല്ലാം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മെറ്റൽ സിബാണ്, സാധാ ലോക്കൽ ക്വാളിറ്റി അല്ല. ഇത് നമുക്ക് ആ ഒരു സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിടുമ്പോഴത്തേക്ക് തന്നെതാ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ക്വാളിറ്റി മനസ്സിലാവും. അത്രത്തോളം നല്ല വെൽ ക്വാളിറ്റി ഉള്ള സാധനമാണ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള എംബ്രോയിഡറി നെക്കുകളുണ്ട് അല്ലേ? ഇതിപ്പോ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് തന്നെയാണോ വരുന്നത്? അല്ല, ഇത് ഷീറ്റ് ആയിട്ടാണ് വരുന്നത്. അതൊക്കെ ഓരോന്ന് വ്യത്യസ്തമായിട്ടുള്ള റേറ്റുകളിലല്ലേ? ഓക്കെ, ഇത് നെക്ക് കട്ട് ചെയ്തതാണ്. അപ്പൊ ഇത് ഷീറ്റ് ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് തയ്യൽ അറിയാവുന്നവർക്ക് ഒരു ഫിനിഷിംഗിൽ ഈ നെക്ക് വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും. നീറ്റ് ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നെക്ക് കഴിഞ്ഞു. ഈ നെക്ക് അല്ലാതെ നമുക്ക് ഇതിനകത്ത് ലേസ് വെക്കാൻ പറ്റും. ഇത് നൈറ്റിയുടെ ലേസ് ആണ്. നൈറ്റി നല്ല പോലെ ഭംഗിയായിട്ട് തയ്ക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ നൈറ്റി ലൈസ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇത് ത്രെഡ് പൈപ്പിംഗ് ആണ്. ത്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈപ്പിംഗ് ചെയ്യാൻ പാടാണെങ്കിൽ ഇതിനകത്ത് ഓൾറെഡി ത്രെഡോട് കൂടിയാണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മളങ്ങ് നല്ല ഫിനിഷിംഗിൽ ഇത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ചേർത്താൽ മതി ഇതിന്റെ കൂടെ. ഓക്കെ, അപ്പൊ ഇത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് തയ്ച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഇതെന്ന് പറഞ്ഞാൽ ഇതില് ചെറിയ ചെറിയ ബട്ടർഫ്ലൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാറ്റൻ റിബണുകളാണ്. വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ, ചെറിയ പൈസ ഉള്ളൂ. പക്ഷെ ഒരു ബട്ടർഫ്ലൈ ചെയ്യാൻ നമുക്ക് ഇത്രയും സ്ഥലം മാത്രം മതി അല്ലേ? അതായത് ഒരു 10 പൈസയുടെ സാധനം പോലും നമുക്ക് ഒരു നൈറ്റിക്കകത്ത് ചിലവാകത്തില്ല. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പെങ്ങന്മാരൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ മെറ്റീരിയലും. ഇനി അടുത്ത് പിന്നെ നമ്മളിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഇപ്പം എന്താണ് ഈ തുണികളൊക്കെ ഈ മാറിപ്പോയെങ്കിൽ നമുക്കിത് പിൻ ചെയ്ത് വെച്ചിട്ട് തയ്ച്ചാൽ അവിടെ തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് ഈ നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ നെക്കൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്താൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ടച്ചിങ് എടുക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള ആ ഒരു അക്സസറി ആണ് വരുന്നത്. പിന്നെ നമ്മളിപ്പം തയ്ച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കത്രിക എടുക്കാനായിട്ട് ഇപ്പം ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ചെറിയ കത്രികയുണ്ട്, ത്രെഡ് കട്ടർ എന്നാണ് പറയുന്നത്. ത്രെഡ് കട്ടർ അല്ലേ? ഓക്കെ, ഇത് നമ്മൾ ടേബിളിന് പറഞ്ഞത് ഡ്രിം ചെയ്തതാണ്ട്. ഇതാണ് കഥ ത്രെഡ് കട്ടർ. നിങ്ങൾക്ക് ഇപ്പം ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ലോണം കട്ടായി പോകില്ലേ? നല്ലോണം തുണി കട്ടായി സ്റ്റിച്ച് ചെയ്തു ഇൻ കേസ് നമുക്കൊന്ന് തെറ്റിപ്പോയി അത് നമുക്ക് പെട്ടെന്ന് അത് അഴിച്ചു വിടാനുള്ള ഒരു ടൂളാണ്. അപ്പൊ ഇതെല്ലാം നേരത്തെ പോലെ ഇരുന്ന് വലിക്കണ്ടല്ലോ, എല്ലാത്തിനും ഇതുണ്ടല്ലേ? ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് തെറ്റി പോയി കഴിഞ്ഞാൽ നൂല് തിരിച്ചൂരി എടുക്കാനുള്ള അല്ലേ? തയ്യൽ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ചെറിയൊരു ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റേറ്റ് വരുന്നതല്ലേ? അപ്പൊ ഫുള്ളുണ്ട്. ഇത് നിങ്ങൾക്ക് ബൾക്കായിട്ട് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്തോണ്ട് പോവാം. പിന്നെ നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്ന ലേബലുകൾ XL മുതൽ XXL വരെ ലേബലിംഗ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഫുള്ള് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ മീഡിയം, അതേപോലെ തന്നെ ലാർജ്, XL എല്ലാത്തിൻ്റെ ലേബലിംഗ് ഉൾപ്പെടെ തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് നിങ്ങൾ പുറത്ത് തേടി പോകണ്ട. ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞൂടെ ഇതൊക്കെ എവിടെ കിട്ടും എന്നുള്ളതല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം മെഷീൻ സൂചിയുണ്ട് നമുക്ക്. സൂചികളുണ്ട്, സൂചിയുണ്ട്. മെഷീൻ്റെ ഇതെല്ലാം TVS കമ്പനിയുടെ അല്ലേ? എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള TVS കമ്പനിയുടെ ആണ്. ഓക്കെ, ഇത് മറ്റേ ഇത് നൂല് ചുറ്റുന്നതല്ലേ? ഓക്കെ, ഇതൊക്കെ ചെറിയ പൈസയല്ലേ വരത്തുള്ളൂ? അതറിയാമല്ലോ. ഇത് എനിക്ക് തോന്നുന്നു തയ്യൽ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണല്ലേ? നല്ല ക്വാളിറ്റി ഉള്ള മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ഈ പറഞ്ഞത് ഇതിന്റെ കറക്റ്റ് പേരെന്തായിരുന്നു? ബോബിനും കേസും. അതാണ്ട് അറിയാമല്ലോ. ഇത് നമ്മൾ നൂല് ചുറ്റുന്നതെന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ബട്ടൺസുകളുണ്ട്. ക്വാളിറ്റി ഉള്ള ഇത് നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ഡിസൈനിലുള്ള നൈറ്റി ബട്ടൺസുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് നൈറ്റി ചെയ്യണമെങ്കിലുള്ള ഇലാസ്റ്റിക് അതേപോലെ തന്നെ ഇലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിപ്പം ഇത്രയും ഇത്ര ഐറ്റം ആണ്. അതായത് ഒരു നൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിഷൻ അല്ലാതെ ബാക്കിയുള്ള മെറ്റീരിയൽ ഇത് മാത്രം മതി. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നൈറ്റി നല്ല ഫിനിഷിംഗിൽ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പറ്റും. ഇതിന് ശേഷം നമ്മൾ
ഒരു കടയിലോട്ട് നമ്മളിപ്പോ ഓർഡർ പിടിക്കാൻ പോവുക, അപ്പൊ അതിനകത്ത് നമുക്ക് അട്ടയും വേണം കവറും വേണം. അല്ലേ? ഓ, അപ്പൊ പാക്കിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൊണ്ടു കൊടുത്താലും നോക്കാം. പക്ഷെ അതേസമയം ഇതാകുമ്പോഴത്തേക്ക് ഒരു ബ്രാൻഡഡ് ഇത് വേറെ ഒന്നുമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീജാസിന്റെ ബ്രാൻഡഡ് നൈറ്റികളാണ്. നമുക്ക് 115 രൂപയിൽ ഹോൾസെയിൽ നൈറ്റി റെഡിമെയ്ഡും വരുന്നുണ്ട്. അതിന്റെ ഒരു പ്രത്യേക എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അട്ടയാണ്. ഇപ്പൊ നൈറ്റി നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആദ്യം ഇവിടെ കാണിച്ചു തരുന്ന ഒരു നെക്ക് ഇതുണ്ട്, ഇത് കണ്ടോ? ഇതിന്റെ വേറെ ഷേപ്പിലുള്ള നെക്ക് വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്തൊരു നൈറ്റിയാണിത്. ഇതല്ലേ? ഓക്കെ. ഇത് നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും ഇവിടെ. അത് ഈ അട്ട എന്ന് പറയുന്നത് സാധനം, ഇതിന്റെ പേരാണ് അട്ട. ഇതിനകത്ത് വെച്ച് നമ്മൾ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇത് സിംഗിൾ ആയിട്ട് കൊണ്ടുപോയാലും ഇതിന്റെ ക്വാളിറ്റിയിൽ എല്ലാവരും പർച്ചേസ് ചെയ്യുമെങ്കിൽ തന്നെ നമുക്കൊരു ബ്രാൻഡഡ് സംഭവം ആക്കാം അല്ലേ? ഒരു ബ്രാൻഡ് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് അട്ട വെച്ചിട്ട് ഇതിനകത്ത് ഇത് ഗ്ലാസ് കവർ ഉണ്ട്, അതിനകത്തോട്ട് നമുക്ക് പാക്ക് ചെയ്ത്, അതായത് ഒരു നൈറ്റി ഫുൾ, അതായത് നൈറ്റി യൂണിറ്റ് തുടങ്ങാനുള്ള മെറ്റീരിയൽസ് മൊത്തം നമ്മൾ ഹോൾസെയിൽ സപ്ലൈ ഉണ്ട് അല്ലേ? അത് കേരളത്തിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഒരു ഷോപ്പിലോട്ട് നമുക്കൊന്ന് കൊണ്ടുകൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആണ് സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ കവറും ഇവിടെ ഉണ്ട്, ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടല്ലേ? അതിനുള്ള കൊറിയർ കവറും കാര്യങ്ങളും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊറിയർ കവറുകളാണ് അല്ലേ? നമുക്ക് എവിടെ വേണമെങ്കിലും വീട്ടിലിരുന്ന് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ശരിക്കും ആമസോണിലൊക്കെ വരുന്ന ആ ഒരു സെയിം സാധനം അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ 3 സൈസിലാണ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 3 സൈസിലാണുള്ളത്. ഒരു നൈറ്റി ഇടുന്ന കവറ്, 3 നൈറ്റി ഇടുന്ന കവറ്, 5 നൈറ്റി ഇടുന്ന കവർ. ഓണമൊക്കെ ആകുമ്പോൾ കോംബോ ഓഫർ വരും. അപ്പം ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നൈറ്റിയാണ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ദൂരെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ നമ്മൾ ബില്ലിട്ട് കൊടുത്ത് ബിൽ ബുക്ക് വരെ ഉണ്ട്. ബ്രാൻഡഡ് നൈറ്റീസ് ചെയ്യാൻ പറ്റും. ഇതിപ്പം ജീജാസിന്റെ ബ്രാൻഡിലാണ് ഈ നൈറ്റിയുടെ ലേബൽ വന്നേക്കുന്നത്. ഇതുപോലെ ലേബൽ വെച്ച് നിങ്ങൾക്കൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നതാണ്. ഇതുപോലത്തെ നിങ്ങളുടെ ബ്രാൻഡിൽ ലേബൽ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് ചെയ്താൽ ജീജാസിന് പകരം നിങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ ഞങ്ങൾ ലേബൽ ചെയ്ത് തരുന്നതാണ്. അതായത് ഫുള്ള് A to Z കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ആ പറയുന്ന പോലെ പാക്കിംഗ് കവർ ഉൾപ്പെടെ ഉണ്ട്. ഇത് ഗമ്മാണ് അല്ലേ? എൻഡിൽ ഗമ്മാണ്. ജസ്റ്റ് ഒട്ടിക്കുക, നിങ്ങൾ അഡ്രസ്സിന്റെ ആ ഒരു പേപ്പർ ഒട്ടിക്കുക, കൊറിയർ അയക്കുക. പക്ക ബി പ്രൊഫഷണൽ അല്ലേ? അതായത് ഇപ്പൊ നമുക്കൊരു ഓർഡർ വന്നു, നമ്മളിപ്പോ നൈറ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം പ്രൈസ് സ്റ്റിക്കർ നമുക്ക് ഒട്ടിക്കാം. അതിനുശേഷം ബിൽ ബുക്ക്, അതായത് A to Z എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ? ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിങ്ങള് ബില്ലിട്ട് കൊടുത്തു. ബില്ലിട്ട് കൊടുത്തതിന് ശേഷം ഈ നൈറ്റി നമ്മൾ ഏത് കൊറിയർ, ഇപ്പോൾ ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം പറ്റുന്ന കൊറിയർ കവറിലോട്ട് ഇടുക. ഒരെണ്ണം സിംഗിൾ ഇടുന്നുണ്ട്, 2 ഇടുന്നുണ്ട്, 3 ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ പാക്ക് ചെയ്യുക. ജസ്റ്റ് അഡ്രസ് എഴുതി നമ്മുടെ കൊറിയർ കമ്പനി നല്ല സ്റ്റാൻഡേർഡ്. ഇതിനകത്ത് തന്നെ ഒരു ഗമ്മുണ്ട്, നമ്മൾ ഒട്ടിച്ചു. ഇതിനകത്തോട്ട് നമ്മൾ വെച്ചു. ഇനി ഏത് സ്ഥലത്തോട്ടാണ് നിങ്ങൾക്ക് വിടേണ്ടതെന്ന് വെൽ പാക്ഡ് ആയിട്ട് കാണുന്നുണ്ടോ? ആ ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു ക്വാളിറ്റി വന്നതുണ്ടോ? ആ ഒരു വെൽ പാക്ഡ് ആയിട്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള A to Z ജസ്റ്റ് ഒരു മിഷൻ എടുത്ത് വെച്ചാൽ മതി ഇല്ലേ? ഇത് സിമ്പിൾ ആണ്. അവരുടെ അഡ്രസ് ഇതിനകത്തോട്ട് വെച്ചാൽ മതി. അതാണ്ട് വേറെ ഒന്നുമല്ല, അഡ്രസ് അതാണ്ട് ഇതും അത് അഡ്രസ്സ് നനയത്, അതായത് നനഞ്ഞൊന്നും അത് മായാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതുണ്ട്. നനയത്തില്ല എങ്കിൽ തന്നെ അത് ആ ഒരു അഡ്രസ്സ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി ആയിട്ട് വെക്കാം. അതായത് ഫുള്ള്, അതായത് നമുക്ക് ബുക്ക് ചെയ്ത് കൊറിയർ ചെയ്ത് അയക്കാനുള്ള എല്ലാ മെറ്റീരിയലും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ എന്തിനാ അമാന്തിക്കുന്നത്? പെട്ടെന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ലേ? എല്ലാവർക്കും ഒരു നൈറ്റി യൂണിറ്റ് തുടങ്ങാം. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടുന്നില്ല എന്ന് പറയുന്നുണ്ട്. വീട്ടിലിരുന്ന് തന്നെ വളരെ സ്വാതന്ത്ര്യം നമ്മളെ ജോലികളുടെ ഇടയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നൈറ്റി മെറ്റീരിയൽ ഉണ്ട്. നൈറ്റി മാത്രമല്ല, ടോപ്പ്, പലാസോ, ടോപ്പ് ആൻഡ് ബോട്ടം, ഫ്രോക്ക്, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്ത് മെറ്റീരിയൽ ഉണ്ടല്ലേ? നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം കാണിച്ചില്ലേ, കുറച്ച് മെറ്റീരിയലും കൂടെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് 99 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഏത് മെറ്റീരിയലാണ് വരുന്നത്? മീഡിയം ക്വാളിറ്റി 250 GSM ലാണ് ഇത് വരുന്നത്. 250 GSM ലാണ് വരുന്നതല്ലേ? നമുക്ക് അതായത് പീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വില എന്ന് പറഞ്ഞാൽ 99 മുതൽ 234 വരെ. 100 പീസിന് മുകളിൽ 4 രൂപ. എങ്ങനെയാ നമ്മുടെ പർച്ചേസ് ചെയ്യുന്നത്? എങ്ങനെയാ നമ്മുടെ പർച്ചേസ്? 15 പീസ് എടുത്തു. 15 പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വലിയ എമൗണ്ട് ഒന്നും ആവത്തില്ല, തുച്ഛമായ എമൗണ്ട് ആവത്തുള്ളൂ. മാത്രമല്ല എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് സുഖമായിട്ട്, പിന്നെ ഒരു വണ്ടിക്കൂലിയിൽ, അതാണ് നമ്മൾ A to Z കാര്യങ്ങൾ ഒരു കുടക്കീഴിൽ ഒതുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നെ നമുക്കൊരു ട്രാവലിംഗ് കോസ്റ്റ് പോലും വരാതെ നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈൻ ആണെങ്കിലും പാഴ്സൽ പൊട്ടിക്കുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു മികച്ച മാർഗ്ഗം. ഓണം എന്ന് പറയുന്ന സീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ ഒരു ഓണത്തിനെങ്കിലും
വേറെ ഒന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ തയ്യൽ മെഷീനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും ചെറിയൊരു എമൗണ്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒരു 15 പീസിനുള്ള തുണി എടുത്തുകൊണ്ട് പോയി തയ്ക്കുക. വേറെ ഒന്നുമല്ല, ഡെയിലി യൂസാണ്. വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ ഓണം ആകുമ്പോഴത്തേക്കും വലിയൊരു മാർക്കറ്റാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും സ്ത്രീകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. എപ്പോഴും ഹൈ ഡിമാൻഡുള്ള, തുടങ്ങിയവരാരും ഇതുവരെയ്ക്കും അവർക്ക് ഇത് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത്രത്തോളം അടിപൊളി സാധ്യതയുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റികളുണ്ട്. ബാട്ടിക്ക്, ഷിബോരി. ഓക്കെ, നമുക്ക് ഏതൊക്കെ മെറ്റീരിയലാണ് വരുന്നത് അതും കൂടെ ഒന്ന് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. നമുക്ക് കോട്ടൺ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കോട്ടണിൽ 240 GSM മുതൽ 300 GSM വരെയുള്ള മെറ്റീരിയൽസ് ആണ് ചെയ്യുന്നത്. അതിൽ ചുങ്കിടി ചെയ്യുന്നുണ്ട്, ബാട്ടിക്ക് ചെയ്യുന്നുണ്ട്, അജ്രക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റോൺ വാഷ് ചെയ്യുന്നുണ്ട്, ഗുൽമോഹർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നൈറ്റി മെറ്റീരിയൽസിന്റെ പേരുകളാണ്. ബാട്ടിക്കിൽ തന്നെ ഗോല ബാട്ടിക്കുണ്ട്, പിന്നെ സിംഗിൾ ബാട്ടിക്കുണ്ട്, മൾട്ടി ബാട്ടിക്കുണ്ട്. ഇതെല്ലാം കോട്ടൺ അല്ലേ? ഇതെല്ലാം കോട്ടൺ ആണ്, പ്യൂർ കോട്ടൺ ആണ്. ഓക്കെ, ഇത് വരുമ്പോഴത്തേക്ക് ഏത് സ്റ്റൈലാണ്? ചുങ്കിടിയിൽ തന്നെ പിന്നെ ചുങ്കിടി അടുത്തൊന്ന് കാണിച്ചു കൊടുക്കാണോ? ഗുൽമോഹർ എന്ന് പറയുന്ന ഒരു പ്രിന്റ് ആണ് ഇങ്ങനെ. ഇതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. ഓക്കെ, ഇതൊക്കെ പിന്നെ ഒരിക്കലും കളറൊന്നും പോകത്തില്ല. ഇത് ടോപ്പ് ചെയ്യാം, ഫ്രോക്ക് ചെയ്യാം, നൈറ്റി ചെയ്യാം. നൈറ്റി മാത്രമല്ല, എല്ലാം വേണമെങ്കിലും ചെയ്യാം. ഇതെല്ലാം കൂടുതലും ടോപ്പിനാണ് പോകുന്നത്. ഓക്കെ, ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ നല്ല വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണല്ലേ? ഓക്കെ, ഇതാണ് ബാട്ടിക്ക്. ഏതാണ് ഇത്? ഗുൽമോഹർ എന്ന് പറയും. ഗുൽമോഹർ അല്ലേ? അപ്പൊ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അത് വെറൈറ്റി നല്ല ജീൻസ് കണക്കുണ്ട്. ജീൻസ് പോലെ ഇരിക്കും. ഓ ശരി, ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ അല്ലേ? കട്ടിയാണ്. ടോപ്പ് ചെയ്യാൻ ലൈനിങ് ഒന്നും ആവശ്യമില്ല അല്ലേ? ഓക്കെ, അപ്പൊ ടോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ഉണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം, 3 പീസ്, 2 പീസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗുൽമോഹർ എന്ന് പറഞ്ഞാൽ വരുന്ന വേറൊരു ഐറ്റം ആണ്. ഇതൊരു വെറൈറ്റി ഐറ്റം ആണ്. ഇതെല്ലാം ചുങ്കിടിയിൽ വരുന്ന ഗുൽമോഹർ എന്ന് പറഞ്ഞ ഐറ്റം ആണ്. ഇതൊക്കെ എത്ര മീറ്റർ? ഇത് 3 മീറ്റർ അല്ലേ? 3 മീറ്റർ. ഇത് നമുക്ക് നൈറ്റി ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി ടോപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇട്ടാൽ യോക്ക് പോർഷൻ എല്ലാം അതിൽ തന്നെ ഇതുണ്ട്, കണ്ട? യോക്ക് പോർഷൻ അവിടെ തന്നെ വരും. ടോപ്പിനും പറ്റിയ ഇതാണ് നൈറ്റിക്ക്. നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് പിന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണോ? അതിന്റെ വെറൈറ്റികൾ ഒരുപാടുണ്ട്. അതിന്റെ കളർ ചേഞ്ച് ആണ് ഇങ്ങനെ. ഇതാണ് ഒരുപാട്. ഇതാണ്ട് ഈ പറയുന്നത് പോലെ നമുക്ക് നല്ല രീതിയിലുള്ളതാണ്ട് ഈ ഒരു കളർ ചേഞ്ചും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് അടുത്ത് കാണിക്കുകയാണ്. ഇതൊക്കെ എംബ്രോയിഡറി വരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു പുതിയ ഡിസൈൻ ആണ്. ഫാബ്രിക് പെയിന്റ് ആണിത്. പെയിന്റ് ആണല്ലേ? അടുത്തൊന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫാബ്രിക് പെയിന്റ് ആണല്ലേ? ഇത് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഇല്ലേ? ഇതെല്ലാം ടോപ്പിനാണ് പോകുന്നത്. ഓക്കെ, ഈ ഫാബ്രിക് ഈ പെയിന്റ് പോവുമോ വാഷ് ചെയ്യുമ്പോഴത്തേക്ക്? നമുക്ക് ഹാർഡ് വാഷ് വേണമെങ്കിൽ ചെയ്യാമല്ലേ? ഓക്കെ, അപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞാലും പോകത്തില്ല. ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ഒരു ഗ്ലിറ്ററിങ് ഇത് എഫക്റ്റും കൊടുത്തിട്ടുണ്ടല്ലേ? അതൊന്നും പോകത്തില്ലല്ലേ? അതൊന്നും പോകത്തില്ല. ഇതൊരു മോഡലാണ്. ഓക്കെ, അതിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ഉണ്ട്. കണ്ടോ, ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്. നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ? ഇത് നല്ല ട്രെൻഡിങ്. ഇതെല്ലാം ഓണ കളക്ഷൻസ് ആണ്. അപ്പം നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ, ഇവിടെ നിന്ന് വന്ന് നല്ല നല്ല മെറ്റീരിയൽ എടുത്തുകൊണ്ട് പോയി നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം അല്ലേ? അപ്പോൾ അതിൻ്റെ വേറെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മോഡലുണ്ട്. ആയിരക്കണക്കിന് പുറത്ത് മോഡൽസ് ഉണ്ട്. എല്ലാം കൂടെ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത ഒരു അസൗകര്യമുണ്ട്. ഏതാണ്? ഷിബോരി അല്ലേ? അതുകൊണ്ട് ഷിബോരി. അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഷിബോരിയാണ്. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ടോപ്പിനും അതേപോലെ തന്നെ നൈറ്റിക്കും നിങ്ങൾക്ക് ഫ്രോക്കൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും പറ്റിയതാണ്. അത് ക്വാളിറ്റി ഇപ്പോഴത്തെ വസ്ത്രവിലയൊക്കെ വെച്ചാണെന്നുണ്ടെങ്കിൽ തയ്യൽ അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നല്ല ട്രെൻഡിങ് സാധനമായിട്ട് നിങ്ങൾക്ക് തയ്ച്ചിടാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ആണല്ലേ? ഇതിപ്പോൾ നമുക്കുണ്ടല്ലോ, നമുക്ക് ഇതും ഈ പ്രോഡക്റ്റ് ഈ പറയുന്നത് പോലെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. നിങ്ങൾക്ക് ഇന്ത്യയിലുണ്ടല്ലോ, എവിടെ വേണമെന്നുണ്ടെങ്കിലും, ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിലും, നമ്മുടെ വിദേശ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ മെറ്റീരിയലും ചുരിദാറും എല്ലാം നമുക്ക് പോകണുണ്ടല്ലേ? നൈറ്റിയും പോകണുണ്ട്. സോറി, ചുരിദാറിന് തെറ്റിപ്പോയതാണ്. നമുക്ക് നൈറ്റിയുടെ സെയിൽ മാത്രമാണ്. നൈറ്റി സെയിലും അതേപോലെ തന്നെ നൈറ്റിയുടെ ഫുൾ മെറ്റീരിയൽസും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ പിന്നെ നമ്മുടെ ഓണത്തിന് വന്ന കളക്ഷൻസ് ആയിരുന്നു. ഓക്കെ, പഴയതിലും എന്താണ് ഇത് വേറൊരു ഡിസൈനാണ്. അല്ലേ? ഇതെല്ലാം ചുങ്കിടിയിലെ വെറൈറ്റികളാണ്.
ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങൾ നേരിട്ടുണ്ടല്ലോ നമ്മുടെ കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കലാണ്. കല്ലുവാതുക്കൽ ഹൈവേ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ അകത്തോട്ടാണ് നമ്മുടെ ജീജാസ് അപ്പാരൽസ്. ആരടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞുതരും. ചോദിച്ച് പറഞ്ഞു വരേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം നേരിട്ട് വരാൻ പറ്റുന്നവർ നേരിട്ട് വരിക. അതേസമയം നിങ്ങൾ മലപ്പുറമോ കോഴിക്കോടോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാം. അത് സെക്യൂറായിട്ട് നമ്മുടെ തന്നെ ജീജാസ് അപ്പാരൽസിൻ്റെ നമ്മുടെ ഈ ഒരു GST അക്കൗണ്ടിൽ നിങ്ങൾ പൈസ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. അതും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കൊറിയറിലൂടെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. നമ്മുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും ഫുള്ള് ഡെലിവറിയും കാര്യങ്ങളും കൺട്രോളിലായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെ റിട്ടേൺ പോളിസി ഉണ്ടോ? നമുക്ക് ഇപ്പം ഇങ്ങനെ ബൾക്ക് ഇരിക്കുന്നതാണ്, അതുകൊണ്ട് ജസ്റ്റ് കമ്പനിയിൽ നിന്ന് വരുന്ന സമയത്ത് ഇതിനകത്ത് എങ്കിലും കീറല് അതായത് അഥവാ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അതും പേടിക്കേണ്ട. 2 ഡേയ്സിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതായത് മെറ്റീരിയൽ നിങ്ങൾ കൈപ്പറ്റി 2 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മൈന്യൂട്ടായിട്ട് അങ്ങനെ പ്രോബ്ലം വരാറില്ല. അഥവാ ഇനി എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലമോ കാര്യങ്ങളോ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ പോളിസി ഉണ്ട്. അപ്പം മിനിമം പീസ് എന്ന് പറഞ്ഞാൽ 15 പീസ് എടുക്കണമല്ലേ, അത് സെറ്റ് ആയിട്ടാണല്ലേ. അതായത് ചുങ്കിടിയിൽ ഒരു സെറ്റ് എടുക്കാം, പ്രോസിനിൽ ഒരു സെറ്റ് എടുക്കാം, ഏറ്റവും കുറഞ്ഞ പിന്നെ ഡൾ കോട്ടൺ ഒരു സെറ്റ് എടുക്കാം. അങ്ങനെ സെറ്റ് വൈസ് നിങ്ങൾക്ക് റേറ്റ് മിക്സ് ചെയ്തെടുക്കാം. സെറ്റ് മിക്സ് ചെയ്യാൻ പറ്റൂലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ സെറ്റ് വൈസ് ആയിട്ട് എടുക്കാം. അപ്പോൾ 15 പീസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 99 രൂപ വെച്ചൊക്കെ നിങ്ങൾ കൂട്ടി നോക്കി കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ. ഒരു 10,000-2000 രൂപയ്ക്ക് അകത്ത് മാത്രമേ ആവത്തുള്ളൂ. ട്രെൻഡാണ് അജിരക്കിനകത്ത് ഒരുപാട് വെറൈറ്റികളുണ്ട്. അജിരക്ക് അല്ലേ? ഇവിടെ വന്നതിന് ശേഷം കുറേ മോഡൽസ് നൈറ്റിയുടെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ മോഡലുകളാണല്ലേ? ഇത് നമുക്ക് ചുരിദാർ ടോപ്പിനൊക്കെ പറ്റിയാണ്. ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ശരിക്കും നമ്മുടെ ജീജാസിൽ വന്നിട്ട് നിങ്ങൾ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ കയ്യിലെടുത്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവുന്നത്. ഓ, ഇതിനകത്ത് 6 എണ്ണം വരും. 6 എണ്ണം അല്ലേ? ഈ സെറ്റിൽ ഇങ്ങനെ തന്നെ. ഓക്കെ, ഇതേപോലെയാണ് പറഞ്ഞപ്പം വേറെ ഒന്നല്ല. ഇതിപ്പോൾ ഒരു 6 പീസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു മോഡൽ 6 പീസ്, അതേപോലെ 15 പീസ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. അത് സെറ്റായിട്ട് എടുക്കണം. അജിരക്കിന്റെ പ്രിന്റുകളാണ്. അജിരക്ക് പെട്ടെന്ന് സെയിൽ ഔട്ട് ആവും അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം അല്ലേ? അതുകൊണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇതിന്റെ സ്റ്റോക്കാ അല്ലേ? നമുക്ക് എത്ര വേണമെങ്കിലും, നമുക്കിപ്പം ബൾക്ക് ക്വാണ്ടിറ്റി എത്ര വേണമെങ്കിലും അയച്ചു കൊടുക്കാം അല്ലേ? മിനിമം 15 പീസ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അജിരക്കില്ലേ? ഇതെല്ലാം ഈ പറയുന്നത് പോലെ അജിരക്ക് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിലും ഓൾ വേൾഡ് ലെവലിൽ നമ്മൾ മെറ്റീരിയൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റി ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നൈറ്റിയുടെ വീഡിയോ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു എപ്പിസോഡുണ്ട്. ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. രണ്ടും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞാൽ. നമ്മൾ ചെയ്തതിൽ അത്യാവശ്യം ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലൊരു ബിസിനസ് നല്ല രീതിയിൽ ഈ 10 കൊല്ലം കൊണ്ട് നമ്മൾ ഈ ഒരു ബിസിനസ് ഇറങ്ങിയതിനു ശേഷം നമുക്ക് എവിടെ ഒരു താഴ്ച വന്നിട്ടില്ല. 30 പീസിൽ സ്റ്റാർട്ട് ചെയ്ത ആളാണല്ലേ? ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കണക്കിന് പീസുകൾ ഓരോ മാസവും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി ഈ ആളിങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഷിപ്പിൽ കണ്ടെയ്നറിലൊക്കെയാണ് പോണത്. ഒറ്റ കണ്ടെയ്നറും 2 കണ്ടെയ്നറിലൊക്കെ സാധനം ഇവിടെ നിന്ന് കയറി പോണത്. അതൊക്കെ അങ്ങനെയൊക്കെ പറയും. ഇനി അടുത്ത മോഡൽ ബാട്ടിക് അല്ലേ? ബാട്ടിക്കിൽ തന്നെ ഒരുപാട് ബാട്ടിക്കിൽ ഇതിന്റെ പേര് ഓരോന്നിനും പേര് വരെ ഉണ്ടല്ലേ? വേറെ ഒന്നല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ മെറ്റീരിയലെ കുറിച്ച് കാരണം അല്ല പുള്ളിക്കാരി ഇത്രയും പറയുന്നുണ്ട്. അത്രയും 10 കൊല്ലത്തിൽ പുറത്ത് എത്ര നാളായി ഈ ഫീൽഡ് ടെക്സ്റ്റൈൽസ് ഫീൽഡ് വന്നിട്ട്? എനിക്ക് ചെറുതിലെ ഇഷ്ടമാണ്. 2015 സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്ന ആളാണ്. ഞാൻ ഫാഷൻ ഡിസൈനറാണ്. അപ്പൊ ചുമ്മാ അല്ല, ആ ഒരു പാഷനാണ് ഇത്രത്തോളം വളർത്തിയത്. അപ്പൊ നമുക്ക് ഹോൾസെയിൽ അത്രത്തോളം നമുക്ക് സെയിലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. ഇപ്പൊ നിങ്ങളുടെ ആവശ്യത്തിന് വീട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 നൈറ്റി നിങ്ങളുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും കൂടെ വന്ന് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോവാം. ബിസിനസ് മാത്രമല്ല അല്ലാതെ നിങ്ങൾക്ക് വന്ന് വാങ്ങാം ഇവിടെ നിന്ന്. ഇത് ബാട്ടിക്കിൽ ഗോലാ ബട്ടിക് എന്ന് പറയുന്നത്. ഗോലാ ബട്ടിക് അല്ലേ? ഓക്കെ, ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ പേരാണ്. എല്ലാത്തിനും നോർത്ത് ഇന്ത്യൻ മെറ്റീരിയൽസ് ആണ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഇതെല്ലാം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി, മുംബൈ അതാണ് മെട്രോ സിറ്റിയുള്ള ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇവിടെ ഇല്ലേ? ഇത് ഹാൻഡ് മെയ്ഡ് സാധനമാണ്. ഇതൊന്നും ദേഹത്ത് ചൂടെടുക്കത്തില്ല. കോട്ടൺ മെറ്റീരിയൽസ് ആണ്. പ്യുവർ കോട്ടൺ മെറ്റീരിയൽ സെൽഫ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന് സിംഗിൾ ഓൾ ഓവർ എന്ന് പറയും. ഇതിനെല്ലാം
നമ്മൾ കസ്റ്റമേഴ്സിന് ഇപ്പം അറിയാത്തവരാണെങ്കിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് നല്ല പോലെ പറഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യണം അവരുടെ എല്ലാ ഡൗട്ടും തീർത്തായിട്ടാണ് അറിയാം. പക്ഷെ അറിയാൻ വയ്യാത്തവർ വരുന്നുണ്ട്, അവർക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അവരെ ഒരു മെന്റലി നല്ല ഇതാക്കി, അതായത് ഒരു മോട്ടിവേഷൻ, ഫ്രീ മോട്ടിവേഷനും ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരു ഫ്രീ മോട്ടിവേഷനും കൂടെ കിട്ടും. വേറെ ഒന്നുമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരാളുടെ ബിസിനസിന്റെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും. അതിൽ തന്നെ നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഞാനൊരു ബിസിനസ് തുടങ്ങട്ടെ എന്ന്. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് വിളിച്ച നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാകും. ഇപ്പം ടോപ്പ് ചെയ്യാം, ഫ്രോക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നൈറ്റി മെറ്റീരിയൽ മാത്രമല്ല, എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അത് ചുരിദാർ വേണമെങ്കിലോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റൂല്ലേ. ഈ ബാട്ടിക്കിൽ തന്നെ വീണ്ടും വെറൈറ്റികളുണ്ട്. ഇത് മൾട്ടി ബാട്ടിക്കാണ്. ഞങ്ങൾ അത്രയും വെറൈറ്റി കൊണ്ടുവരുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ കോമ്പറ്റീഷൻ ചെയ്യാൻ അത്രയും എന്താ, ഇതെല്ലാം എന്താ ഫുള്ള് വെറൈറ്റി സാധനങ്ങളാണ്. മൾട്ടി കളറാണ്, മൾട്ടി കളറാണ്. ഞങ്ങളുടെ മെറ്റീരിയൽസിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഇതിനാണ്. ഓ, ഏറ്റവും പ്രീമിയം സാധനം അല്ലേ? ഇത്രയും കളർ നന്നായിട്ടില്ലേ? ഇത് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് അടിച്ചോട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ഷോപ്പിലൊക്കെ ചെന്ന് നല്ല മാർജിൻ ഇട്ടാണ് അവർ സെയിൽ ചെയ്യുന്ന. ഇതിന്റെയൊക്കെ ഒരു പിന്നെ നമ്മുടെ നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ എത്ര രൂപ വില വരുമായിരിക്കും? 400 രൂപയ്ക്ക് മുകളിലാണ്. 400 രൂപയ്ക്ക് മുകളിൽ വരും. ഇത് പ്രീമിയം ആണ്, പ്രീമിയം ലുക്കിൽ. പക്ഷെ നമുക്ക് അതിന്റെ പകുതി വിലക്ക് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ലാഭം. ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ കയറുമ്പോൾ നമ്മൾ വില കുറച്ച പോലെ ആൾക്കാർ വില തന്ന് മേടിച്ചോണ്ട് പോകും. വേറെ ഒന്നല്ല, 400 രൂപ ഏകദേശം പറഞ്ഞാണ്. 500 രൂപയ്ക്ക് 600 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. മാളുകളിലൊക്കെ ആകുമ്പോൾ വില ഒരുപാട് കൂടും. വേറെ ഒന്നല്ല, വലിയ വലിയ ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 800 രൂപയും കൊടുക്കേണ്ടി വരും അല്ലേ? പക്ക ക്വാളിറ്റിയാണ്. എത്ര രൂപ മേടിച്ചാലും ക്വാളിറ്റിക്ക് അനുസരിച്ച് നല്ല ഇടാനും സുഖമാണ്, കാണാനും ഒരു റിച്ച് ലുക്ക് ഉണ്ട്. അതിന്റെ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതാ. ദിവസേന നമുക്ക് ബെയിലുകൾ വരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജീജ അപ്പാരൽസിന്റെ യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഡെയിലി നിങ്ങൾക്ക് സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട്. വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുമല്ലേ? ഓക്കെ, അപ്പം എല്ലാം, അതായത് നമ്മളുണ്ടല്ലോ ഒരു നൈറ്റി, നമുക്കൊരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നൈറ്റി യൂണിറ്റ് മാത്രമല്ല, ചുരിദാർ യൂണിറ്റോ അതേപോലെ തന്നെ ഫ്രോക്കോ, ഏത് മെറ്റീരിയൽ, ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ചെയ്യാം. അതായത് ഇതൊക്കെ പ്ലെയിൻ ആയില്ലേ? ഇതൊക്കെ എന്ന് പറയുന്നത്, ഇത് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 300 GSM വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഷർട്ടൊക്കെ തെച്ചിടാൻ പറ്റുന്ന കണക്കത്തെ തുണിയാണല്ലോ. നല്ല തിക്നെസ് കണ്ടോ എന്റെ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നൈറ്റി മാത്രമല്ല, ചുരി ബോട്ടം, പാന്റ്, പലാസോ, ഫ്രോക്ക്, ഷർട്ട്, ബ്ലൗസ്, അണ്ടർസ്കേർട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന, ഇടാനും നല്ല സുഖമാണ്. പിന്നെ ബ്ലാക്കിന്റെ ഞങ്ങൾ ഇഷ്ടം പോലെ ഇപ്പം ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മെറ്റീരിയൽ പോകുന്നുണ്ട്. ബ്ലാക്ക് മെറ്റീരിയൽ കിട്ടാൻ പാടാണ്. ഞങ്ങള് നല്ല പോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് മെറ്റീരിയൽ. എത്ര വേണമെങ്കിലും കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഒരു ബീഡ് വർക്കോ പെയിന്റിങ്ങോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ റേറ്റേ അങ്ങ് മാറും, ലുക്കും മാറും, റേറ്റും മാറും. അപ്പൊ അത്യാവശ്യം ഈ പറയുന്ന പോലെ വർക്കും കാര്യങ്ങളും ഒക്കെ നല്ലോണം അറിയാവുന്നവർക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, ഇനി വരുന്നു. പിന്നെ ഇരിക്കുന്നത് മൊത്തം പ്രീമിയം ക്വാളിറ്റിയാണ്. നമുക്ക് 3 ക്വാളിറ്റി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പോണത് പ്രീമിയം ക്വാളിറ്റി ആണല്ലേ? മീഡിയം ക്വാളിറ്റി കുറച്ച് പോവും, ലോക്കല് വളരെ കുറച്ച്. ഏറ്റവും കൂടുതൽ പോണത് പ്രീമിയം. ഇപ്പം അല്ല, ഇതാവുമ്പോ പ്രീമിയം ക്വാളിറ്റി ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവർക്ക് അവരുടെ ആ ഒരു കസ്റ്റമറിനെ ഒരിക്കലും നഷ്ടപ്പെടാനും ചാൻസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തേടി ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതെല്ലാം ബട്ടിക്കിന്റെ സ്റ്റോക്കാണല്ലേ? അതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇപ്പൊ ഒരു മേളിലും താഴെയായിട്ട് നമ്മുടെ ഗോഡൌൺ ഉൾപ്പെടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 10,000 കണക്കിന് ജയ്പൂർ കോട്ടൺ ആണ്. ജയ്പൂർ കോട്ടൺ 42 GB പ്യുവർ കോട്ടൺ ആണ്. ജയ്പൂർ കോട്ടൺ ഫേമസ് കോട്ടൺ ആണ്. ഇതെല്ലാം 3 മീറ്ററാ വരുന്നത്. ഇതെല്ലാം 3 മീറ്റർ. 42 നൈറ്റി മെറ്റീരിയലിനെ കാട്ടി കുറച്ചുകൂടി വീതി കൂടുതലല്ലേ? ഇത് അത്യാവശ്യം വീതി കൂടിയ ഒരു മെറ്റീരിയലാണ് വരുന്നത്. അപ്പം വെറൈറ്റി ആയിട്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്റ്റോക്ക്. നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ട് അതിന്റെ ക്വാളിറ്റി നേരിട്ട് മനസ്സിലാക്കും. സ്റ്റോൺ വാഷ് ഇല്ലേ? ജീൻസ് ഇത് നല്ല കട്ടിയുള്ളതാണല്ലേ? ഇതിനും 10 കളർ വീതം ഉണ്ട്. 10 കളർ വരുന്നുണ്ട് അല്ലേ? ഇത് സ്റ്റോൺ വാഷ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. ഇത് ഏകദേശം 10 ഡിസൈനോളം നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്വാടി പ്രിന്റുകൾ. നല്ല
നല്ല അടിപൊളി കളേഴ്സിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ളതാ കളറുകളാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയലുകളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയലുകൾ നല്ല ക്വാളിറ്റിയിൽ ഹോൾസെയിൽ പ്രൈസിൽ വാങ്ങാം. ഇത് ഷോളിനായിട്ട് ഇതിനകത്ത് ഷോളും ഉണ്ട്, ഷോള് വരുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഇതിപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തോർത്തൊന്നും ഇട്ടുകൊണ്ട് നടക്കണ്ട. ഇതാവുമ്പോഴത്തേക്ക് ഷോളാണ്, ഇത് പീസും അത് ഷോളും ഇല്ലേ. ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോൾ ഉൾപ്പെടെ വരുന്നത് രണ്ടും ഒരേ മാച്ചിങ് കളർ തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി ഡിസൈനുകളാണ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വരിക നമ്മുടെ ജീജാസ് അപ്പാരൽസ് കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കലുള്ള ഷോറൂമിൽ. കൊല്ലം നമ്മുടെ ടൗണുമായിട്ട് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ട്രെയിനിലൊക്കെ വന്ന്? അല്ല, ട്രെയിനിൽ വന്നാൽ നമ്മൾ കൊല്ലത്ത് ടൗണിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ബസ്സിന് ഒരു അരമണിക്കൂർ തിരുവനന്തപുരം വരുന്ന റൂട്ടാണ്. അതായത് ജസ്റ്റ് ഒരു അരമണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ, അത്രയും വരത്തില്ല. ഇപ്പം ബൈപ്പാസൊക്കെ ഇതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്താം. അപ്പോൾ ട്രെയിനിലോ ബസ്സിലോ ഇറങ്ങിയിട്ട് കൊല്ലത്ത് നിന്ന് വരാൻ വലിയ ദൂരമില്ല. ഉള്ളവർ വന്ന് ഒരുപാട് എടുത്താൽ നമ്മൾ പാർട്ടിക്ക് പിറ്റേ ദിവസം തന്നെ APS അയച്ചു കൊടുക്കും. ഒരുപാട് ദൂരം വേറെ ഒന്നുമല്ല, ഇപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ വന്നാൽ മതി. അതിന് വേണ്ടി കാറൊന്നും വിളിച്ച് വരേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വീട്ടിൽ എത്തുന്നതിന് മുമ്പേ സാധനം അവിടെ വീട്ടിൽ കൊറിയറിലെത്തും അല്ലേ. പിന്നെ ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത്. മിക്സ് ആൻഡ് മാച്ചിലെ അതാണ്ട് മിക്സ് ആൻഡ് മാച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അതായത് നമുക്ക് കാണിച്ചാലും നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ ആ ഒരു ഡിസൈനും കാര്യങ്ങളുടെയും ഇതൊന്നും തീരുന്നില്ല. അതേ കണക്ക് 10,000 കണക്കിന് ഡിസൈനുകളിലും അതേപോലെ തന്നെ അത്രത്തോളം മെറ്റീരിയലുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതുമെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് വരിക, പിന്നെ ഇവരുടെ പേജും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ പറ്റും. ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലേ. ഇതൊക്കെ നല്ല അടിപൊളി ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ഉണ്ട്. ഇതൊക്കെ നല്ല രസമുള്ള കളറുകളാണ്. ഏത് മെറ്റീരിയൽ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടക്കുറവൊന്നും തോന്നുന്നില്ല. സാധാരണ ചുരിദാറൊക്കെ കാണുമ്പോഴേ ചിലതൊക്കെ ഇഷ്ടക്കുറവ് തോന്നും. ഇവിടുത്തെ മെറ്റീരിയൽ എല്ലാം നല്ല വെറൈറ്റിയാണ് കേട്ടോ. ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആ ഒരു ഫാഷൻ സെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന മോഡലുകളാണ്. ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി. ഇതിലേക്ക് ഒരു 101% ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ശരിക്കും നിങ്ങൾ യൂസ് ചെയ്ത് ആദ്യം കുറച്ച് പീസ് എടുത്ത് നോക്കുക. നമ്മുടെ വിലയും അതേപോലെ തന്നെ നമ്മളെ ക്വാളിറ്റി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടോപ്പും ബോട്ടം കൂടെ ചെയ്യാൻ പറ്റും. നൈറ്റി മെറ്റീരിയൽ ആണെന്ന് പോലും പറയത്തില്ല. നല്ല ഇതെല്ലാം ശരിക്കും നല്ല ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളിലും പല മാളുകളിലും നമ്മളെ ജീജാസിൻ്റെ നൈറ്റി ഉണ്ട് അല്ലേ. നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, പലയിടത്തും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേൾഡിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് ഒരു ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയൽ സ്പണ്ണില്ലേ. അതുകൊണ്ട് ഇതെല്ലാം ഫിനിഷിങ് സ്പണ്ണല്ല. അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് ഇതെല്ലാം അടിപൊളി വെറൈറ്റി. നല്ല പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്ലെയിൻ ചുവപ്പ്, പച്ച, നീല, മഞ്ഞ മാത്രമേ ഉള്ളൂ നൈറ്റുകൾ അല്ലേ. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള നൈറ്റുകളാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം തരുമല്ലേ. ഈ ബണ്ടിൽ ടു ബണ്ടിൽ എടുക്കുമ്പോൾ സ്പെഷ്യൽ റേറ്റ് ഉണ്ടല്ലേ. അത് പറഞ്ഞായിരുന്നല്ലോ, എന്താ പീസ് എടുക്കുമ്പോഴത്തേക്ക് ഡിസ്കൗണ്ട് വരുന്നത്. മെറ്റീരിയൽസിൽ എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. മിനിമം 15 പീസ് എടുക്കണം. 30 പീസിന് മുകളിൽ പീസിന് പുറത്ത് 2 രൂപയുടെ ഡിസ്കൗണ്ട്, 100 പീസിന് മുകളിൽ പീസിന് പുറത്ത് 4 രൂപയുടെ ഡിസ്കൗണ്ട്, ബണ്ടിൽ ടു ബണ്ടിൽ 3 രൂപയുടെ ഡിസ്കൗണ്ട്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ 300 പീസ്, അതായത് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഒരു ബണ്ടില് ചുങ്കിടി, ഒരു ബണ്ടില് പിന്നെ ഷിബോരി, ഒരു ബണ്ടില് പ്രോസിൻ പ്രിന്റ്, ഒരു ബണ്ടില് പ്ലെയിൻ മെറ്റീരിയൽ, ഇങ്ങനെ മിക്സ് ചെയ്ത് 300 പീസിന് മുകളിൽ വരുവാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു 3 പാറ്റേൺ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അതായത് ഇപ്പം ഒരു യൂണിറ്റ് തുടങ്ങണം, പിന്നെ പാറ്റേൺ ഒക്കെ വെട്ടാൻ ആദ്യം പാടാണ്, ഫിനിഷിംഗ് ഇല്ല, കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ 300 പീസിന് മുകളിൽ എടുക്കുന്നവർക്ക് മാത്രം നമ്മളൊരു സ്പെഷ്യൽ സർവീസ് കൂടെ ചെയ്യുന്നത്. അവർക്ക് കൊണ്ടുചെന്ന് ഫ്രീ ആയിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പാറ്റേണിൽ കട്ട് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കും. കട്ടല്ല, പാറ്റേൺ ചെയ്തവർക്ക് അത് പാറ്റേൺ ഇട്ടവർ വെട്ടിയാൽ മതിയല്ലേ. അപ്പോൾ ആ ഒരു സംവിധാനം കിട്ടും. പിന്നെ വേറൊന്നും അല്ല, നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഡൗട്ടുകളുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം നേരിട്ട് വന്ന്. കട്ടിങ്ങിലാണെങ്കിൽ ഇപ്പം ചേച്ചി അവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ചിലവർക്കൊന്നും ഞങ്ങൾ ഈ തുണിയിൽ തന്നെ 3/4 ചെയ്യുന്നത്, അപ്പൊ ചിലവർക്ക് 3/4 കിട്ടത്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടുന്ന് മെറ്റീരിയൽ കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾ വിടും അവരെ. അപ്പൊ അല്ലെങ്കിൽ പിന്നെ 3-20 അപ്പൊ ഒത്തിരി നഷ്ടമാവും നമുക്ക്. അപ്പൊ ഈ ഒരു തുണിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ 20 മീറ്റർ തുണി വെറുതെ കളയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളത് ആ ഏത് രീതിയിൽ വെട്ടുമ്പോഴാണ് ആ തുണി അവിടെ നമുക്ക് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ചോദിക്കുന്നവർക്ക് നമ്മൾ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് അവർ നല്ല കോൺഫിഡൻസ് ആക്കിയിട്ടാണ് നമ്മൾ വിടുന്നത്. ആദ്യം 15 പീസ് എടുത്തോണ്ട് പോണവര് എങ്ങനെയായാലും 2 ആഴ്ചക്കകത്തൊന്ന് 30 പീസ് 50 പീസ് എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മികച്ച ഒരു വരുമാന മാർഗത്തിനുള്ള ആ ഒരു അടിപൊളി ഈ ഒരു ഓണം
അടിപൊളിയായിട്ട് നിങ്ങൾ കളർഫുള്ളാക്കാൻ ഇപ്പോഴേ നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്തോ. ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ അടുത്ത ഓണം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ബിസിനസ് വലിയ ചെയ്യാൻ പറ്റും. നമ്മളെ നിന്ന് സാധനം എടുത്തിട്ട് വലിയ വലിയ രീതിയിൽ 2-3 ഷോപ്പായിട്ടുള്ള ആൾക്കാരുണ്ടല്ലേ, അതാണ് നമുക്ക് നമ്മളിൽ നിന്ന് തുടങ്ങി നീക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷെ വേറെ ഒന്നുമല്ല, അവരെല്ലാവരും ഇപ്പോഴും നമ്മുടെ വർഷങ്ങളായിട്ട് 10 കൊല്ലമായിട്ട് മെറ്റീരിയലും നമ്മുടെ പീസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പം നേരെ നമ്മുടെ കല്ലുവാതുക്കലുള്ള ജീജ അപ്പാരൽസ് ഏകദേശം നമ്മൾ ഒരുവിധമൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നെക്കുകൾ അതോ ജസ്റ്റ് ഒന്ന് നെക്കില്ലേ, ഓ ഇതാണ് നേരത്തെ നമ്മൾ ഇതിനകത്ത് കാണിച്ചപ്പോൾ ഇതല്ലേ സാധനം, സെയിം അല്ലേ? ഇത് എത്ര നെക്ക് കാണും ഇത് ഒരു ഷീറ്റിൽ? ഒരു ഷീറ്റിൽ ചെറുതാണെങ്കിൽ 125 ഇല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വലുതാണെങ്കിൽ 64, 68. ഓക്കെ, ഇത് ജസ്റ്റ് ഇത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി ഇല്ലേ? കട്ട് ചെയ്തെടുത്താൽ നെക്കുകളുണ്ട്. അതായത് നമ്മുടെ നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള കഴുത്തുകളും നിങ്ങൾക്ക് താണ്ട് റെഡിമെയ്ഡ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് കാര്യങ്ങൾ വരുന്നത്. അതും ഒരെണ്ണത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളുണ്ടല്ലേ. ആണ്ട് ഇപ്പം ഇതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാം വ്യത്യസ്ത സ്ക്വയർ ടൈപ്പ് ഉണ്ട്, അല്ലാത്ത ഉണ്ട്. ആണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഈ പറയുന്നത് പോലെ നൈറ്റി നെക്കുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു ഇതിൽ പീസിൽ 120ഓളം നെക്കുകളുണ്ടല്ലേ? 120. ഈ നെക്കിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ചെറിയ നെക്കാണെങ്കിൽ 120, വലിയ നെക്കാണെങ്കിൽ 68. 60 എണ്ണം ഉണ്ടല്ലേ? ഇതിപ്പോ ഇങ്ങനെ വേണമെന്നില്ലെങ്കിൽ നമ്മൾ പീസും കട്ട് ചെയ്ത് കൊടുക്കും. മെറ്റീരിയൽസ് മേടിക്കുന്നവർക്ക് ഇപ്പൊ 10 എണ്ണം വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ഇതിപ്പം ഇപ്പൊ അവര് പറയാണ് ഷീറ്റായിട്ട് വേണ്ട, ഇത് കട്ട് ചെയ്ത് വരണമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുക്കും. മെറ്റീരിയൽസ് മേടിക്കുന്നവർക്ക് കട്ട് ചെയ്ത് കൊടുക്കും. മെറ്റീരിയൽ വാങ്ങിക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് അത് കട്ട് ചെയ്ത്, അതായത് ടോപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇപ്പൊ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ, പ്ലെയിൻ മെറ്റീരിയൽ എടുത്ത് ഈ ഒരു നെക്ക് കൂടെ ഒക്കെ വെച്ചു കൊടുത്താൽ നല്ല ടോപ്പ് ചെയ്യുന്നതാണ് ശരിക്കും. ടോപ്പ് ഇല്ലേ? ഉണ്ട്. ഇതെല്ലാം നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ തച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പ് ചെയ്തിട്ടിരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും. എല്ലാം നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പം നമുക്കൊരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പം നമ്മൾ ബാക്കി ഫുള്ള് നമുക്ക് ഇവിടെ എല്ലാം ഈ പറയുന്നത് പോലെ സ്റ്റോക്കും കാര്യങ്ങളും ഇതെല്ലാം നെക്കുകളാണ് ഇരിക്കുന്നത്. ഫുള്ള് താണ്ട് നെക്കുകളാണ്. വേറെ സ്റ്റോക്കുകൾ നമുക്കുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര ബൾക്ക് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൾ വേൾഡിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരും. അത് നിങ്ങൾക്ക് റെഡിമെയ്ഡ് നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ ബൾക്കായിട്ട് തരാം, അല്ലെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ മതിയെങ്കിൽ മെറ്റീരിയലായിട്ട് തരാം അല്ലേ? അപ്പോൾ ഒരുവിധമുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ? സ്ക്രീനിൽ വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ സ്റ്റോക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് ജീജാസ് അപ്പാരൽസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അക്കൗണ്ട് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഈ ഒരു ഓണം അടിപൊളിയായിട്ട് ഒരു കളർഫുൾ ഓണം ആവട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഒരു ബിസിനസ്സാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെട്ടത്. വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് തരാം. അപ്പോൾ ശരി, ഒരു ബൈ പറഞ്ഞു എല്ലാവർക്കും. ബൈ.